നമുക്കൊരു മിഷൻ അടിച്ചിട്ടുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മൂന്നാമതിനെ കിട്ടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബഹ്റിനിലെ ദുമിസ്ഥാൻ ബീച്ചിലാണ് കേട്ടോ. ഇതൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേ കാണുന്നുണ്ടോ, ഒരുപാട് മരങ്ങളും അതേപോലെ നല്ല തണലും, അത്യാവശ്യം വൈകിട്ടൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളും കണ്ടോ. നല്ല കിടിലൻ ബീച്ചാണ് കേട്ടോ. നല്ല കാമ ക്വയറ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നേക്കുന്ന സമയം ഏകദേശം നട്ടപ്പോൾ ഉച്ചയാണ് കേട്ടോ. അതേ സമയം ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ഇവിടെ നല്ല തണലാണ്. അപ്പോൾ അല്ലുവിനും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ എനിക്കറിയാം ഈ സമയത്ത് വന്നാലും നല്ല ഇവിടെ തണലൊക്കെ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത്. അല്ലപ്പോഴത്തേക്കും വെള്ളത്തിട്ട് ഇറങ്ങി. എടാ ചെരുപ്പ് കൂട്ടോ, തേടാ ഈ തണലത്തേക്ക് വന്നു. അവിടെ നിന്ന് വെച്ചോ. ചൂടുണ്ട് വെള്ളത്തിന് ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തണുപ്പാടാ. എവിടെ എന്നാ പിന്നെ ഇതൊരു ഫിഷിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ ഒരുപാട് ബോട്ടൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ നിർത്തിയിട്ടേക്ക്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഇവർ പോകുള്ളൂ. അവിടെ ഇറങ്ങി ചെളി ഉണ്ടെന്ന് തോന്നുന്നില്ലടാ. ഇതിവിടെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നതാണ് കേട്ടോ. മൊത്തം പോയി, ഇപ്പോൾ പൊളിഞ്ഞു പോയി. ഇതൊക്കെ ബീച്ചെന്ന് പറഞ്ഞത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല എന്താ പറയുന്നത്, നമ്മൾക്ക് ഈ പാർക്ക് എന്നൊക്കെ പറയില്ലേ, പാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്ന അതേപോലെ തന്നെ ഇങ്ങനെ നോക്കി ഈ വഴിയൊക്കെ നോക്കി. അപ്പോൾ ഇത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആയിരിക്കും. കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകാം. ഞാൻ ഇറങ്ങണില്ലടാ, ഞാൻ ഇറങ്ങണില്ല. നീ എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ. ചേട്ടാ സ്പീഡ് ബോട്ട് നോക്കി അവിടെ ഇപ്പുറത്ത് ലെഫ്റ്റ്. അപ്പം ഞാൻ എന്തായാലും കുളിക്കുന്നില്ല കേട്ടോ. അല്ലു കുളിക്കുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഒന്നും കുളിക്കണമെന്നില്ല, അതുകൊണ്ട് ഞാൻ സെറ്റായി. പക്ഷേ എല്ലാ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷെ കുളിക്കുന്നില്ല എന്ന് മാത്രം. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ നമുക്ക് മരങ്ങളാണ് കേട്ടോ. ഫുള്ള് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണലാണ്. ഇതാണോ, നല്ല മരങ്ങളായതുകൊണ്ട് നല്ല തണലാണ്. ഇതാണ്ടോ നല്ല അടിപൊളിയല്ലേ, നല്ല തണലാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇങ്ങനെ നടന്നു പോകാനുള്ള കുറേ ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ നടന്നു പോകാം. അവിടെ വരെ പോയിട്ട് വരാം. നോക്കി ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ തിരയില്ല കേട്ടോ, വലിയ തിരയൊന്നുമില്ല, ചെറിയ തിരയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായി, ഇപ്പോൾ എല്ലാം പോയിട്ട്. പിന്നെ അപ്പുറത്ത് കുട്ടികളുടെ പാർക്കുണ്ട്. അതിപ്പോൾ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ സെറ്റപ്പായിരിക്കും. ഇപ്പോൾ നല്ല ചൂടല്ലേ. നമ്മുടെ ജെല്ലി ഫിഷ് ഉണ്ടല്ലോ, ജെല്ലി ഫിഷ് ഇതിൻ്റെയൊക്കെ ചെറിയ പാർട്സായിട്ട് കിടക്കുന്നത്. ജെല്ലി ഫിഷ് ഇല്ലടാ, അത് ഇതിൻ്റെയൊക്കെ ചെറിയ പാർട്സൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്, ഇവിടെ പിന്നെ ഇവിടെയും കിടക്കുന്നുണ്ട്.
ഇതാണ്ട് നമ്മുടെ ജെല്ലി ഫിഷ്. അതിൻ്റെ സംഗതി ചത്ത് കിടക്കുന്നതാണ് കേട്ടോ, ചെറിയ പീസായിട്ട് കിടക്കുക. ഇതാണ്, ഇവനാണ് നമ്മുടെ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞായിട്ട്. ചത്തുപോയതാടാ, അത് ചത്തുപോയതാ. എന്തൊക്കെ നമ്മൾ കൈ ഒന്ന് കഴിക്കട്ടെ. ഭയങ്കര ഒരു തെന്നിപ്പോവാണ്ടോ കേസ്, അതിനെ തൊടുമ്പോൾ തന്നെ തെന്നിപ്പോകുന്ന ടൈപ്പ്. ഇതാ ഇതേ നോക്കി, വേണ്ടോ ഒരു ഫുള്ള് ജെല്ലി ഫിഷ് ഉണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ടാലോ. ഇവനുണ്ടാകുന്നല്ല, അവനിങ്ങനെ വെള്ളത്തിൽ ടൈം വന്നിട്ട് വീർത്ത് വരും. എന്താ അവൻ കുറച്ചുകൂടെ ഒരു ഇതായില്ലേ, ഇതിങ്ങനെ ചുരുങ്ങി കിടക്കണമല്ലോടാ. എടാ മീനുണ്ടാ, കുഞ്ഞി കീക്കിരി മീനുകളുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ എന്തായാലും ചൂണ്ടെടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മീനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചൂണ്ടയിട്ട് നോക്കാം, വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. കണ്ടാ ദേടാ, നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ, ഞാൻ കണ്ടല്ലോ. ഇവിടെ ദേടാ, ഇവിടെ കയറി വന്നാൽ കാണാൻ പറ്റും. ഇവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇട്ടോ, ഇതേ വന്നാണ്ടോ പിടിച്ച് അച്ചടിച്ചോ. മര കിട്ടാനേ നമുക്ക് സെറ്റ് കിട്ടോ. കുടുങ്ങിയോ? ദേ നമുക്കൊരു മിഷൻ അടിച്ചിട്ടുണ്ട്. ദേ ഇവനാണ് ആയിട്ട്. ഓക്കെ, ആ ഇവന് മുള്ളാട്ടോ, മുള്ളാണ്. ഇതേട്ടോ കാണിച്ചോളൂ, മുള്ളാട്ടോ കേസ് എൻ്റെ മേത്ത്. ഇവനെ നമുക്ക് വണ്ടിയിൽ ഒരു കിറ്റ് ഉണ്ട്, ആ കിറ്റ് എടുത്തിട്ടാണ്. ഇതുകൊണ്ട് നമ്മളിതിപ്പോൾ തോർത്തിട്ട് പിടിച്ചാണ്ടോ ഇവന്മാരെ, ചെറിയ ഇവന്മാർ വെച്ചിട്ടാണ് നമുക്ക് ചൂണ്ടയിടാനായിട്ട്. 3 കിട്ടിയിട്ടുണ്ട്. പാടാ 3 കിട്ടി. വേമ്പ ഞാൻ എടുത്തിടാൻ പോവാ. 3 കിട്ടി. ഓക്കെ, ഇവനാണ്ട് നമ്മുടെ കുഞ്ഞിമീൻ.
പേടിയുണ്ടോ അതിനകത്തോടെ? അപ്പോൾ നമ്മൾ എങ്ങനെ ഫിഷ് പിടിക്കണമെന്ന് കാണിച്ചു കേട്ടോ. ക്രാഫ്റ്റ് ഇട്ട് വെച്ചേക്കാം. നമ്മളിത് തോർത്തിൽ കുറച്ച് മൈദ ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അവന്മാരത് അവിടെ നിന്ന് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നൈസായിട്ട് ഓടിക്കും. വീട്ടിൽ ഞാൻ പിടിച്ചോളാം. ഈ മാറി നിങ്ങൾ കയറി അവരെല്ലാം കൂടെ കയറട്ടെ. അതിൽ എല്ലാം കൂടെ കയറും. അന്നേരം പോകാം. അപ്പോൾ നമുക്ക് ആകെ 2 ഫിഷാണ്ടെന്ന് അടിച്ചിട്ടുള്ളൂ. നമ്മളിനിയിപ്പോൾ എന്തായാലും പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ഇന്നത്തെ പരിപാടി വയ്യാതെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് അടിച്ചാണത്. ഇവന്മാർ 2 കേട്ടോ. 2 നമുക്കൊന്ന് കഴുകി എടുത്തേക്കാം. നമുക്ക് മരണ്ടത്തിനാണ് അടിച്ചേക്കുന്നത്. ഈ ഫിഷിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ പിടുത്തമല്ല. പറയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കാണിച്ചു തരാം, ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ബഹറിലുള്ളൊരു ഫിഷാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്ത് ഫിഷാണ്. ഇവന് മുള്ളുണ്ട് കേട്ടോ. നല്ല മുള്ളായിരുന്നു പിടിക്കുന്ന സമയത്ത്. കണ്ടോ, മുള്ളുണ്ടായിരുന്നു നന്നായിട്ട്. ട്രോളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മളിനി പോകാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ ഏകദേശം പോവാറായപ്പോഴേക്കും വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അത് അപ്പുറത്തൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. അല്ലു ഓൾറെഡി വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദുമിസ്ഥാൻ ബീച്ച്. വരാത്തവരുണ്ടി വരണം. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നമ്മൾ എന്തായാലും വന്നാൽ ഇഷ്ടപ്പെടും. ഫാമിലിക്കായിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഒരു ബീച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളിനി പോകാൻ തുടങ്ങണ്ട. അതിൽ പോവല്ലേ? അപ്പോൾ നമ്മളിന്ന് 2 ഫിഷിനെ അടിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് ഫിഷ് അടിക്കാനുള്ളതായിരുന്നു. 2 വലിയ ഫിഷിനെ അടിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലു ഹാപ്പിയാണ് കേട്ടോ. എന്നാൽ അല്ലുവിന് ആ ഫിഷിനെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഞാൻ അടിക്കില്ല ഫിഷ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. Ini payah.